CPM പ്രവർത്തകർക്ക് നേരെ ഭീഷണി പ്രസംഗവുമായി PV അൻവർ. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തലപൊട്ടിക്കുമെന്ന് അൻവർ പ്രസംഗിക്കുന്നു. ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന് അൻവർ ആരോപിച്ചു. ചുങ്കത്തറയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അൻവർ. എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന പറയും. ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും UDFന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ. നമുക്കറിയാം. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും. തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം. അതിനൊരു തർക്കമില്ല. നിങ്ങൾ ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തലക്ക് അടിക്കുള്ളൂ. മനസ്സിലായോ? ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. മലപ്പുറത്ത് നിന്ന് ഷംസീർ, ഈ പ്രസംഗത്തിന്റെ പശ്ചാത്തലം എന്താണ്? നിഷാദ്, ഇന്നലെ ആയിരുന്നല്ലോ ചുങ്കത്തറ പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ച. അതിൽ UDF വിജയിക്കുന്നു, LDFിൽ നിന്ന് UDF ഭരണം പിടിച്ചെടുക്കുന്നു. അതിന് പിന്നാലെ ഇന്നലെ രാത്രി നടത്തിയ പൊതുയോഗത്തിലാണ്, വിജയത്തിനെ തുടർന്ന് നടത്തിയ UDFന്റെ പൊതുയോഗത്തിലാണ് PV അൻവറിന്റെ ഈ ഭീഷണി പ്രസംഗമുള്ളത്. ഈ നുസൈബ സുധീർ എന്ന LDFന്റെ അംഗമാണ് ഇന്നലെ UDFന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഈ നുസൈബ സുധീറിന്റെ ഭർത്താവ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം കൺവീനറാണ്. ഈ സുധീർ പുന്നപ്പാലയെ CPMന്റെ ഏരിയ സെക്രട്ടറി വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ പ്രസംഗത്തിൽ പറയുന്നത്. മാത്രമല്ല, കുടുംബത്തെ അടക്കം ഇല്ലാതെയാക്കുമെന്ന് CPMന്റെ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നും ഈ തരത്തിലുള്ള ഭീഷണിയുമായി തങ്ങളുടെ നേരെ വന്നാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും എന്നാണ് PV അൻവർ ഈ പ്രസംഗത്തിൽ പറയുന്നത്. ഈ പറഞ്ഞു വിടുന്നത് മദ്യവും മയക്കുമരുന്നും ഒക്കെ കൊടുത്ത് നിങ്ങൾ പറഞ്ഞു വിടുന്നത് അവർ തൊഴിലാളികളാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ പറഞ്ഞു വിടുന്നവരുടെ തലയ്ക്കാണ് അടിക്കുക എന്നാണ് പറയുന്നത്. അതായത് CPMന്റെ പ്രാദേശിക നേതാക്കൾക്ക് നേരെയുള്ള ഭീഷണിയാണ് ഈ പ്രസംഗം. ഇങ്ങനെ മദ്യവും മയക്കുമരുന്നും ഒക്കെ കൊടുത്ത് UDF പ്രവർത്തകർക്ക് നേരെയും തന്റെ നെഞ്ചത്തേക്കും വന്നാൽ അടിച്ച് തല പൊട്ടിക്കും. അങ്ങനെ അടിച്ച് തല പൊട്ടിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു വിടുന്നവരെ ആയിരിക്കും എന്നാണ് PV അൻവർ പറയുന്നത്. നേരത്തെ CPM മറ്റൊരു ആക്ഷേപം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. 35 ലക്ഷം രൂപ ഈ സുധീർ പുന്നപ്പാലയ്ക്ക് കൊടുത്താണ് ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം അട്ടിമറിച്ചത് എന്നുള്ള ആക്ഷേപം കൂടി CPM ഉന്നയിക്കുന്നുണ്ട്. ഇതടക്കമുള്ള CPMന്റെ വിമർശനങ്ങളിലും അക്രമ സ്വഭാവത്തിലുമൊക്കെയാണ് ഇപ്പോൾ PV അൻവർ ഈ തരത്തിലുള്ള ഒരു തിരിച്ചടി നൽകുന്നത്, ഭീഷണി പ്രസംഗം എന്ന നിലയിൽ. ഇന്നലെ UDF നടത്തിയ പൊതുയോഗത്തിൽ ആര്യാടൻ ഷൗക്കത്തും ഒപ്പം തന്നെ DCC പ്രസിഡന്റ് VS ജോയും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ഈ ഞങ്ങൾ എന്ന PV അൻവർ ഉദ്ദേശിക്കുന്നത് UDF സംവിധാനത്തെ ആകെ ആണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഈ ചുങ്കത്തറ പഞ്ചായത്തിലെ വിജയത്തിന് ശേഷം PV അൻവറിനെ സംരക്ഷിക്കുന്ന തരത്തിൽ കൂടെ നിർത്തും എന്ന തരത്തിൽ VS ജോയും ആര്യാടൻ ഷൗക്കത്തും ഒക്കെ പ്രസംഗിക്കുക കൂടി ചെയ്തിരുന്നു.